ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ശംഖുപുഷ്പത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ശംഖുപുഷ്പത്തെക്കുറിച്ച് കേട്ടിട്ട് ഞാനിത് നട്ട് വളർത്തി ഇപ്പോൾ എൻ്റെ വീട്ടിലും നന്നായി പൂവ് തരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ ചായ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കുന്നത്, പിന്നെ അതിൻ്റെ ഗുണങ്ങളും പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ശംഖുപുഷ്പം എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ ഇതുപോലെ ഇട്ട് വെക്കുക. ഒരു 5 പൂവൊക്കെ വേണം കേട്ടോ. എൻ്റെ കയ്യിലാകെ 3 പൂവാണ് കിട്ടിയത്. അപ്പം നമ്മൾ അതിൽ കുറച്ച് വെള്ളം കുറച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നല്ല വെട്ടി തിളച്ച വെള്ളമാകുമ്പോഴാണ് ആ പൂവിൻ്റെ കളറൊക്കെ വെള്ളത്തിലേക്ക് വരുള്ളൂ. ഇങ്ങനെ വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ സ്പൂൺ കൊണ്ട് ഇതിനെ നന്നായി ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ആ ഒരു നീല കളർ വെള്ളത്തിൽ ശരിക്ക് ഇറങ്ങി വരുള്ളൂ. ഇത് നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കിയിട്ട് രാവിലെ വെറും വയറ്റിലാണ് കുടിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല കേട്ടോ. ആദ്യമായിട്ട് പറയാനുള്ളത് കണ്ണിന് നല്ല രീതിയിൽ കാഴ്ച കിട്ടും എന്ന് പറയുന്നുണ്ട്. ഫാറ്റ് കുറയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ബെസ്റ്റ് ഒരു ടീ ആണിത്. പിന്നെ ഉണ്ടല്ലോ, ഇത് നമ്മുടെ സൗന്ദര്യം കൂട്ടാൻ ഏറ്റവും നല്ല ഒരു ചായയാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഡെയിലി കുടിക്കണം. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുഖമൊക്കെ വെട്ടിത്തിളങ്ങും, മുഖത്തുള്ള കരിമംഗലം, അതുപോലെ ചൊറി ചിരങ്ങ അങ്ങനെയുള്ളതൊക്കെ പോവും എന്നൊക്കെയാണ് അറിയുന്നത്. അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക്, നല്ല ഡിപ്രഷൻ മോഡിലൊക്കെ പോകുന്ന ആളുകൾക്ക് നല്ല ഉപയോഗപ്പെടും എന്നും പറയുന്നുണ്ട്. അതുപോലെ ഓർമ്മശക്തി കൂട്ടാൻ നല്ലൊരു മരുന്നാണ് കേട്ടോ ഈ ഒരു ചായ. നാച്ചുറലായിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്കാണ് ഇത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വളരെ ഉപയോഗപ്പെടും എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇത്രയും ഗുണം ഉള്ള ഒരു ചെടി നമുക്ക് നട്ട് വളർത്തേണ്ടേ നമ്മുടെയൊക്കെ വീട്ടിൽ. നമ്മുടെ വീട്ടിൽ മറ്റ് ചെടികൾ വളരുന്നത് പോലെ തന്നെ നമുക്ക് ചട്ടിയിലോ നിലത്തൊക്കെ നട്ട് വളർത്താം. ഇങ്ങനെ ഒരു ചെടി മതി, ഡെയിലി ഒരുപാട് പൂക്കൾ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ചെടിയും നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മൊത്തം വിൽപ്പനക്കാരെ നമ്മൾ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെടി ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കായാലും നമ്മൾ അയച്ചു തരുന്നതാണ്. ഇതിൻ്റെ പൂവ് ഉണക്കി പാക്കറ്റാക്കിയിട്ട് വിൽക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കിലൊരു വിപണിയുടെ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ വീട്ടുമുറ്റത്ത് ഈ ചെടി ഒന്ന് വളർത്തുക. ഈ വീഡിയോ ഉപകാരമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊരു ലൈക്ക് തരണം, അതുപോലെ കമൻ്റ് ഇടണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഓക്കെ.